മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ. വളാഞ്ചേരി CI സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒളിവിൽ പോയ സുനിൽദാസിനായി ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ SI ബിന്ദുലാൽ, ഇടനിലക്കാരൻ അസീനാർ എന്നിവരെ ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ വിശദമായ റിപ്പോർട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി IG K സേതുരാമന് കൈമാറി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വളാഞ്ചേരി SHO സുനിൽദാസ്, SI ബിന്ദുലാൽ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് IG ഉത്തരവിറക്കിയത്. SHO സുനിൽദാസ് കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. ഇയാൾക്കായി ഇയാളുടെ ഗുരുവായൂരിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ഇയാൾ വീട് പൂട്ടി മുങ്ങിയിരുന്നു. സംഭവത്തിൽ ഒളിവിലാണ് SHO എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. $8 ലക്ഷം രൂപ SHO സുനിൽദാസും 10 ലക്ഷം രൂപ SI ബിന്ദുലാലും 4 ലക്ഷം രൂപ ഇടനിലക്കാരൻ അസൈനാരും കൈപ്പറ്റി. ഇങ്ങനെ ആകെ 22 ലക്ഷം രൂപയാണ് ഭീഷണിപ്പെടുത്തി 3 പേരും ക്വാറി ഉടമയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ വളാഞ്ചേരിയിലെ ഒരു ക്വാറിയിൽ നിന്ന് അനുമതിയില്ലാതെ സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ വളാഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി 22 ലക്ഷം രൂപ വേണമെന്നും അല്ലെങ്കിൽ ഈ കേസിൽപ്പെടുത്തി ജയിലിലടക്കുമെന്നും SIയും SHOയും ചേർന്ന് ഭീഷണിപ്പെടുത്തിയത്. SHO സുനിൽദാസിനെതിരെ നേരത്തെയും സമാനമായ രീതിയിൽ പരാതി ഉയർന്നതായുള്ള വിവരങ്ങളുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. സമീർ ബിൻ കരീം, 24, തിരൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.